ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്ററേച്ചർ ഇൻ മലയാളം. സോ ഇന്ന് നമ്മൾ MEG 14 ഫസ്റ്റ് പോയമായിട്ടുള്ള റീക്വം ആണ് നോക്കുന്നത്. ഓക്കെ, സോ ഈ റീക്വം എന്ന് പറയുന്നത് ഒരു ഖാസി പോയറ്റായിട്ടുള്ള കിൻഫാം സിംഗ് നോങ്ക്രി എഴുതിയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ബൈ ഹിംസെൽഫ്. ഓക്കെ, സോ ഈ ഒരു പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് മേഘാലയയിലുള്ളൊരു ഖാസി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇറ്റ് റിഫ്ലക്ട് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ഫോളോഡ് ഡ്യൂറിങ് ഇൽനെസ്, ഡെത്ത് ആൻഡ് ഫ്യൂണറൽസ്. ഒരു ഇത് ഈ ഒരു പോയം ഇൻസ്പയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു യങ് ഗേൾ നെയ്മഡ് മേരി ഒരു സഡൻ ഡെത്ത് നടക്കുന്നു. ഓക്കെ, സോ ബിഫോർ ഹർ ഡെത്ത് മേരി സഫേഴ്സ് സൈലൻ്റ്ലി അറ്റ് നൈറ്റ്. അവളെ ചികിത്സിക്കാൻ ആരും വന്നില്ല, അവളെ ഹെൽപ്പ് ചെയ്യാൻ ആരും വന്നില്ല. അവൾ ജീവിച്ചിരുന്ന സമയത്ത് അവളുടെ പെയിന് ഇഗ്നോർ ചെയ്യപ്പെടുകയായിരുന്നു ഉണ്ടാകുന്നത്. ആൻഡ് നോർമൽ ലൈഫ് കണ്ടിന്യൂസ് അറൗണ്ട് ഹർ. ഓക്കെ, സോ ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് മെഡിക്കൽ കെയർ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പക്ഷേ അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കമ്മ്യൂണിറ്റി പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നു. പീപ്പിൾ ഗ്യാദർ ചെയ്യുന്നു, റിച്വൽസ് ചെയ്യുന്നു, പ്രേയേഴ്സ് പറയുന്നു, അവൾക്ക് വേണ്ടിയിട്ട് ഫുഡ് സെർവ് ചെയ്യുന്നു. പിന്നെ കസ്റ്റംസ് ആയിട്ടുള്ള ക്വായ് എന്ന് പറയും, KWAI, ക്വായ്, ബീറ്റൽ ലീവ്സ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നു. ആൻഡ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത് അവൾ മരിച്ചതിന് ശേഷം അവൾ ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് ഇല്ലാത്ത കുറേ ഇമ്പോർട്ടൻസ് അവൾക്ക് കിട്ടി. ആ ഒരു സാധനമാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒത്തിരി അങ്ങ് ഡീപ്പായിട്ട് പറഞ്ഞു പോകാനുള്ളൊരു ടൈമൊന്നുമില്ല. ജസ്റ്റ് എല്ലാ വരിയും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു പോകുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് പോയത്തിലാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഒരു കണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു തന്നത് പോയത്തിൻ്റെ. ഓക്കെ, ഈ പോയത്തിലേതാണ് ഈ വരിയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ ഇത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു എഴുതുക. 5 മാർക്കിനാണ് നമുക്ക് പോയത്തിനെ പറ്റിയിട്ട്, ഓരോ പോയത്തിനെ പറ്റിയിട്ടും എഴുതാനുള്ളത്. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. 5 മാർക്ക് വെച്ചിട്ട് 20 മാർക്ക്. Okay, the moons that floated into the still autumn nights were borne by the cold winds onto the season of carols. അതായത് മേരി രാത്രിയിൽ ഒരു മോർണിംഗ് സൗണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. വളരെ നിശബ്ദമായി ബാക്കിയെല്ലാം ഇരിക്കുന്ന ഒരു സമയത്ത് അവളുടെ ആ ഒരു മോർണിംഗ് ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഓക്കെ, ആ ഒരു കോൾഡ് വിൻഡ് അവളുടെ ആ ഒരു പെയിൻഫുൾ സൗണ്ട്സിനെ ക്യാരീഡ് അവേ ചെയ്തിട്ട് എന്താണ് കരോൾ നൈറ്റ്സിലൊക്കെ, അതായത് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തേക്ക് ടൈം പാസ് ചെയ്ത് പോകുന്നു എന്ന് കാണിക്കുകയാണ്. ഓക്കെ, ആൻഡ് നരേറ്റർ എന്താ പറയുന്നത്, ഐ ഹേർഡ് ദം നൈറ്റ്ലി ബീറ്റിംഗ് എഗെയിൻസ്റ്റ് ദ വിൻഡോ പെയിൻസ് ലൈക്ക് ഡിസംബഡിയുടെ ടെനിബ്രോയ്സ് പ്ലീഡിങ് ടു ബി ലെറ്റ് ഇൻ. എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ ആ ഒരു സൗണ്ട്, അവളുടെ ആ ഒരു മോർണിംഗ് സൗണ്ട് കേൾക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത്, ആ വിൻഡോട് അവിടെ വന്നിട്ട് ഒരു ഡാർക്ക് ഗോസ്റ്റ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊട്ടുന്നതായിട്ടാണ് ആ ഒരു മോർണിംഗ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. മോർണിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഞരക്കം, മൂളൽ എന്നൊക്കെ പറയുന്ന പോലെ. സോ ഐ ഹേർഡ് ദം ആസ് ഐ വെൻറ്റ് ടു സ്ലീപ്പ് ആൻഡ് ഹേർഡ് ദം ആസ് ദ റൂസ്റ്റർ സൗണ്ടഡ് ഹിസ് ഫസ്റ്റ് കോൾ ടു ദ സൺ. അതായത് രാത്രിയിൽ ഉറങ്ങുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും അദ്ദേഹം ആ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന്. And I heard them as the clock summoned schoolboys to their text, and heard them as the machine loosed his ascent into murky air. വൈ വാസ് റോങ് വിത്ത് മേരി. അതായത് രാവിലെ ഈ സ്കൂൾ ബോയ്സ് ഒക്കെ അവരുടെ ടെക്സ്റ്റൊക്കെ എടുത്തിട്ട് ഈ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈമിലും ഈ ഒരു മോർണിംഗ് കേൾക്കാറുണ്ട്. അതായത് രാവിലെ കേൾക്കുന്നു, രാത്രി കേൾക്കുന്നു എന്ന് പറഞ്ഞ്, ദെൻ ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ സ്കൂളിലേക്ക് ആ പിള്ളേർ പോകുന്ന ആ ഒരു ടൈമിൽ കേൾക്കുന്നു എന്ന് പറയുന്നു. ദെൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു സമയത്തും ഈ ഒരു മോർണിംഗ് കേൾക്കുന്നു എന്ന് പറയുന്നു. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഷീ ഈസ് വെരി ടെറിബിളി ഇൽ ആൻഡ് ഓൾവേസ് ഷീ ഈസ് മോർണിംഗ് ഇൻ പെയിൻ. ഓക്കെ, ആൻഡ് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് മേരിക്ക് കുഴപ്പം, എന്താണ് അവളുടെ കുഴപ്പം. ഹെർ വെരി നെയിം കോൾസ് അപ്പോൺ ഗോഡ് ടു പ്രൊട്ടക്റ്റ്, ബട്ട് ദർ ഷി വാസ് മോർണിംഗ് ആസ് നാച്ചുറലി ആസ് എ സ്ലീപ്പർ സ്നോറിങ്, നോ ഡോക്ടർ കെയിം. ഇപ്പം എന്താണ്, അവളുടെ പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിനോട് പ്രൊട്ടക്ഷൻ ചോദിക്കുന്നു എന്നതുപോലെയാണ്. മേരി എന്നല്ലേ പേര്. ആൻഡ് അത് എന്താണ്, പക്ഷേ എന്നിട്ടും അവൾ ഒരു നാച്ചുറലായിട്ട് ഒരാൾ ഉറങ്ങുമ്പം സ്ലീപ്പ് ചെയ്യുമ്പം കൂർക്കം വലിക്കുന്നത് എങ്ങനെയാണോ അതേ ലാഘവത്തോടെ ഗോഡ് അവളെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ലെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ഡോക്ടറും അവളെ നോക്കാൻ വന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, and finally only 2 titanic tarantulas, one black, the other with a crimson chest, crept with a slow hairy steps like skulkers of the night and hauled her off to their invisible lair. ഇവിടെ അവളുടെ മരണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അവസാനം ആര് വന്നു, 2 ടൈറ്റാനിക് ടെറാൻറ്റുലസ് എന്ന് പറഞ്ഞാൽ സ്പൈഡേഴ്സ് എന്നാണ്. ടൈറ്റാനിക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ വലുത്, ഭീകരമായ വലിപ്പമുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഒന്നെങ്ങനെയാണ് കറുപ്പ് കളറും, ഒന്നെന്താണ് ചെസ്റ്റിൻ്റെ ആ ഒരു ഏരിയയിൽ ക്രിംസൺ റെഡ് കളറും ഉള്ളതായിരുന്നു ആ ഒരു 2 സ്പൈഡേഴ്സ് എന്ന് പറയുന്നത്. അവർ വളരെ നിശബ്ദമായിട്ട് പതുക്കെയാണ് വന്നത്.
പതുക്കെ പതുക്കെ വന്നിട്ട് അവരെന്താ ചെയ്തത്, അവളെ അങ്ങ് ഹോൾഡ് ചെയ്ത് എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. എങ്ങോട്ടാണ് പോയത്? ഇൻവിസിബിൾ ലെയറിലേക്ക്, അവരുടെ ആ ഒരു ഹിഡൻ റെസ്റ്റിംഗ് പ്ലേസിലേക്ക് അവളെയും കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. സ്കൾക്കേഴ്സ് എന്ന് വെച്ചാൽ പീപ്പിൾ ഹൂ മൂവ് സീക്രറ്റ്ലി എന്നാണ്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ലവ് ബ്രോക്ക് ഇൻ ടു ലൗഡ് ലാമെൻറ്റേഷൻസ്. അതായത് ഇവള് മരിച്ചു എന്നുള്ള ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും സ്നേഹം എന്തായി മാറി? ലാമെൻറ്റേഷൻസ് ആയി മാറി. ഒരു സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയെന്ന്. ദ മദർ ക്രൈഡ് ഫോർ ഡിവൈൻ എക്സ്പ്ലനേഷൻസ്. എൻ്റെ മൂക്ക് മാത്രം എന്താ ഇങ്ങനെ വന്നത്, അയ്യോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അടിച്ചിട്ട് കരയാൻ തുടങ്ങിയെന്ന്. മോണേഴ്സ് സ്വാംഡ് ഹെർ ഡെത്ത് ബട്ട്. എല്ലാവരും അവളുടെ ആ ഒരു കട്ടിൽ, അവൾ മരിച്ചു കിടക്കുന്നിടത്ത് ചുറ്റും ഇങ്ങനെ കൂടി നിന്നെന്ന്. ഇനി അവളുടെ മരണത്തിന് ശേഷം അവിടെ എന്തൊക്കെ സംഭവിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ, എ ടെൻറ്റ് വാസ് ഇറക്റ്റഡ്. പെട്ടെന്ന് തന്നെ ഒരു ടെൻറ്റൊക്കെ വലിച്ച് കെട്ടി. ദ കോർട്ട്യാർഡ് ഇല്ലുമിനേറ്റഡ്. വിളക്കുകളൊക്കെ തെളിയിച്ചു. എ ടിയർഫുൾ വിജിൽ വാസ് കെപ്റ്റ് അപ്പ് ഫോർ 2 consecutive nights. പാക്ക് ഓഫ് കാർഡ്സ് വെർ ബോട്ട്. Reconteurs jogged, sympathizers coughed. Her body was bathed and scented. Utensils were rented. She was dressed in her favorite clothes, adorned with her favorite trinkets. A funeral feast was hosted. Church elders were invited. അപ്പോൾ എന്തൊക്കെയാണ് നടന്നത് നോക്കി. ടിയർഫുൾ വിജിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഉറങ്ങാതെ രാത്രി മൊത്തം ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അവരുടെ ഒരു കസ്റ്റമായിരിക്കും അവരുടെ ക്രിസ്ത്യൻ രീതിയിൽ. അപ്പോൾ 2 consecutive ഡേയ്സിലേക്ക് അങ്ങനെ ഒരു വിജിൽ കെപ്റ്റപ്പ് ചെയ്തു. ചില ആൾക്കാർ മരണവീടാണെന്ന് പോലും ഒരു ബോധവും ഇല്ലാതെ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, കാർഡ്സ് കൊണ്ടുവന്ന് കളിക്കുന്നു, ജോക്ക് പറയുന്നു, ഗോഫ് ചെയ്യുന്നു വെച്ചാൽ ഭയങ്കര റൂഡായിട്ട് ലാഫ് ചെയ്യാന്നൊക്കെ. ഒരു ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി ഇല്ലാതെ ഇവർ അവിടെ വന്നിട്ട് ഇതൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ദെൻ അവളെ സംബന്ധിച്ചോ അവളുടെ ബോഡി കുളിപ്പിച്ച് അത്തർ പോലത്തെ സെൻറ്റൊക്കെ പെരട്ടി, പിന്നെ യൂട്ടൻസിൽസ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളൊക്കെ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അവളെ അവളുടെ ഫേവറേറ്റ് ഡ്രസ്സൊക്കെ ധരിപ്പിച്ചു. ട്രിങ്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ കുത്തിവെക്കത്തില്ല, ചെറിയ കല്ലിൻ്റെ ഒരു സംഭവം, അതേപോലത്തെ സാധനമാണ്. ആൻഡ് എ ഫ്യൂണറൽ ഫീസ്റ്റ് വാസ് ഹോസ്റ്റഡ്. എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചർച്ചിൽ നിന്ന് പ്രീസ്റ്റിനെ പോലുള്ളവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു. ദെൻ ദ കോട്ടേജ് അസംബിൾഡ്. കോട്ടേജ് എന്നിവിടെ പറയുന്നത് റാലി പോലെ, ഇങ്ങനെ ഈ ക്രിസ്ത്യൻസ് മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആ ഒരു ബോഡി കൊണ്ടുപോകുന്ന ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഇങ്ങനെ നടന്നു പോയിട്ടില്ലേ, ആ സാധനം അസംബിളായി. എല്ലാവരും പ്രേയേഴ്സൊക്കെ പറഞ്ഞു. മറ്റേ ക്വായി ഇൻ ഡിഷസ് വാസ് ഓർഡേർഡ്. അപ്പോൾ ബീറ്റൽ ലീവ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗോസിപ്സ് വെയർ ഫ്ലോട്ടഡ്. ആ ഒരു ചടങ്ങ് കഴിയുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ ഗോസിപ്സൊക്കെ പറഞ്ഞു തുടങ്ങി. കൈയൊക്കെ നോക്കി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഭാവിയൊക്കെ പറയത്തില്ല, അതേപോലത്തെ സംഭവങ്ങൾ. അപ്പം ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവളുടെ ആ ഒരു മരണത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് കുറച്ച് സമയം ആവുന്നതിന് മുന്നേ തന്നെ ആൾക്കാർ വീണ്ടും അവരുടെ കാര്യങ്ങളിലേക്ക് മുഴുകി എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ മരിച്ച ആളോട് അത്രയ്ക്ക് മാത്രമേ ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നുള്ളൂ എന്നോ ഒരു രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ടീ ആൻഡ് ബിസ്ക്കറ്റ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ്. ദെൻ ഹെർ സഡൻ ഡിമൈസ് വാസ് സാഡ്ലി ലാമൻഡ്. എങ്ങനെയാണ് അവർ ലാമൻ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ആ സാഡ്നെസ് എക്സ്പ്രസ് ചെയ്തത്? സച്ച് എ യങ് ഗേൾ, സച്ച് എ സ്വീറ്റ് ഗേൾ, സച്ച് എ പ്രോമിസ്. അയ്യോ എന്തൊരു പാവം കൊച്ചായിരുന്നല്ലേ, എന്തൊരു യങ് ആയിരുന്നു അവൾ, എന്തൊരു സ്വീറ്റായിരുന്നു, ഒരു ഭാവിയിലേക്കുള്ളൊരു പ്രോമിസ് തന്നെയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും അവളെ പറ്റിയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഒരു ഡ്യൂട്ടി പോലെ അവരങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ബട്ട് ദ എസ്കാറ്റോളജിസ്റ്റ് ഓഫേർഡ് സം കംഫർട്ട്. ദേ വെയർ ഹാപ്പി, ഷീ വെൻ സോ പീസ്ഫുള്ളി. ഇപ്പോൾ ഈ എക്സ്കാറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് തിങ്കേഴ്സൊക്കെ ഇല്ലേ, അതായത് ഭയങ്കര ആത്മീയമായിട്ട് സംസാരിക്കുന്നവർ, അങ്ങനെയുള്ളവർ എന്താ പറഞ്ഞത്, ഓക്കെ അവൾ വളരെ പീസ്ഫുള്ളായിട്ടാണ് പോയത്, അവൾ അധികം ബുദ്ധിമുട്ടൊന്നും ചെയ്യാതെ പീസ്ഫുള്ളായിട്ടാണ് പോയത്, നല്ല കാര്യം തന്നെയാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത്രയാണ് ഈ പോയത്തിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇതിൻ്റെ ഒരു ഡീപ്പ് മീനിങ്ങിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പോയം എഴുതിയ പോയറ്റിന് ഈ പെൺകുട്ടി മരിച്ചതിൽ വളരെയധികം വിഷമമുണ്ട്. ഓക്കെ, ആൻഡ് മറ്റുള്ളവർ യൂഷ്വലി ചെയ്യുന്ന കാര്യം, നമ്മളാണെങ്കിലും അതേ സാധാരണമായിട്ടൊരു കാര്യമാണല്ലേ, നമ്മളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് മരിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി അത്രയ്ക്ക് കണക്ഷൻ ഇല്ലാത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ വിഷമമൊന്നും ഉണ്ടാകത്തില്ല അല്ലേ. പക്ഷേ നമ്മൾ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പം അവരുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് നമ്മളെ കാണുമ്പോൾ തോന്നുന്നത് എന്തായിരിക്കും, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാൾ എന്ത് ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരത്തില്ല. അതേ സെയിം ഫീലിങ്ങിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത് ഇങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഈ വായിച്ച് ഡിസ്കസ് ചെയ്ത ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ 1-2 തവണ വീഡിയോ കേട്ട് നോക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്ന ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടി കേൾക്കുക. അതാണ് ഇതിൻ്റെ ഒരു കണ്ടെക്സ്റ്റ്. രണ്ടും വെച്ചിട്ട് 5 മാർക്കിനുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.